أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا അല്ലാഹുൽ അലീം. അൽ ഫുർഖാൻ 25:6. വയൗമ അന്ന് തശഖഖുസ്സമാഉ ആകാശം പൊട്ടിപ്പിളരും, ബിൽ ഗമാമി മേഘങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മേഘങ്ങളോടെ, വനുസിലൽ മലായിക്കത്തു മലക്കുകൾ ഇറക്കപ്പെടും, തൻസീല ഒരിറക്കൽ, അൽ മുൽക്കു സർവ അധികാരങ്ങളും, യൗമയിദിൻ അന്ന്, അൽ ഹഖു അൽ മുൽക്കുൽ ഹഖു എന്നാണ്, യഥാർത്ഥമായ സകല അധികാരങ്ങളും അല്ലെങ്കിൽ നിയന്ത്രണങ്ങളും, ലിർ റഹ്മാനി കാരുണ്യവാന് മാത്രമാകുന്നു അഥവാ അർ റഹ്മാന് മാത്രമാകുന്നു. വക്കാന യൗമൻ അതൊരു ദിനമാകുന്നു, അൽ കാഫിരീന നിഷേധികൾക്ക്, അസീറ പ്രയാസകരമായ. വക്കാന യൗമൻ അസീറൻ അലൽ കാഫിരീൻ എന്നാണ്, അത് തിരിച്ചു പറഞ്ഞതാണ് പദ്യശൈലിക്ക് വേണ്ടിയിട്ട്. നിഷേധികൾ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹു തആല തിരിയും എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ആയത്തിൽ. അത് സംഭവിക്കുന്ന ദിവസം അഥവാ ലോകം അവസാനിക്കുന്ന ദിവസം, അതിനെക്കുറിച്ച് ഖുർആൻ പല സ്ഥലത്തും ഈ പൊട്ടിപ്പിളരലുമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഉദാഹരണമായി സൂര്യൻ ഉതിർന്നു വീഴും, അതുപോലെ സൂര്യൻ ചുരുട്ടപ്പെടും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, പർവ്വതങ്ങൾ ചലിക്കും, ആകാശം പൊട്ടിപ്പിളരും, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, കടല് പൊട്ടിത്തെറിക്കും, അതുപോലെ ആകാശം പിളരും. അതുപോലെ യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത്ത്, ആകാശവും ഭൂമിയും അതല്ലാതെയായി മാറ്റപ്പെടും. ലോകാവസാനം സംഭവിക്കുന്നതിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. യൗമ അന്ന് തശഖഖുസ്സമാഉ ആകാശം പൊട്ടിപ്പിളരും, ബിൽ ഗമാമി എന്നതിനെ പലതരത്തിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അതിനെ അൻ എന്ന അർത്ഥത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മേഘങ്ങളെ അവഗണിച്ചുകൊണ്ട് ആകാശം പൊട്ടിപ്പിളരും എന്നാകും അർത്ഥം. വേറെ ചിലർ അതിനെ സബബിയ ബി എന്നത് എടുത്തിട്ടുള്ളത്. അപ്പോൾ മേഘങ്ങളുടെ വരവ് നിമിത്തം ആകാശം പൊട്ടിപ്പിളരും എന്നാണ്. വേറെ ചിലർ അതിനെ ഹാലായിട്ട് അഥവാ മേഘങ്ങളോടുകൂടി, മേഘങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ ആകാശം പൊട്ടിപ്പിളരും. ഏതാണെന്ന് അള്ളാഹുവിനാണ് അറിയാം. പൊതുവെ പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന രീതി ആകാശം പിളർന്ന് മലക്കുകൾ ഒരു മേഘത്തിലൂടെ ഇറങ്ങി വരും എന്നാണ്. അങ്ങനെ ഒരു സൂചന ഖുർആനിലുണ്ട്. സൂറത്തുൽ ബഖറയിൽ 210-ാമത്തെ ആയത്തിൽ ഹൽ യൻദുറൂന ഇല്ലാ അൻ യഅതിയഹുമുല്ലാഹു ഫീ ദുലലിൻ മിനൽ ഗമാമി വൽ മലായികത്തു വഖുദിയൽ അംറു ഇലല്ലാഹി തുർജഉൽ ഉമൂർ. എന്താണ് ഇനി അവർ കാത്തിരിക്കുന്നത്? അല്ലാഹുവും മലക്കുകളും മേഘക്കുടയും ചൂടി വരണമെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതുമായി ചേർത്ത് ബന്ധപ്പെടുത്തി പണ്ഡിതന്മാർ പലരും മനസ്സിലാക്കുന്നത്, ലോകം അവസാനിക്കുമ്പോൾ ആകാശം തകരും, എന്നിട്ട് ഒരു വലിയ വെളുത്ത മേഘം, ഹമാമെന്ന് പറഞ്ഞാൽ വെളുത്ത മേഘമാണ്, അത് അങ്ങനെ മേഘമായിട്ട് മലക്കുകളുടെ ഒരു വലിയ വ്യൂഹം ഇറങ്ങി വരും ഭൂമിയിലേക്ക്. കാരണം ലോകം അവസാനിപ്പിക്കണം, ഈ മനുഷ്യരെയൊക്കെ മരിപ്പിക്കണം, ഉയർത്തെഴുന്നേൽപ്പിക്കണം,
അവരെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിക്കണം, ഇങ്ങനെയുള്ള ഒരുപാട് പണികളായിരിക്കുമല്ലോ അന്ന് ഉണ്ടാവുക. അതിനെല്ലാം കൂടിയുള്ള മലക്കുകൾ ഒരു മേഘം പോലെ ഒന്നാകെ ഇറങ്ങി വരും. വനുസിലൽ മലായിക്കത്തു തൻസില, അങ്ങനെ ആ മേഘത്തിൻ്റെ വരവിൽ ആകാശം പിളരും, മലക്കുകൾ വൻതോതിൽ ഇറക്കപ്പെടുമെന്നാണ്. നുസിലൽ മലായിക്കത്തു എന്നതിൻ്റെ കൂടെ തൻസീല, ഒരു ഇറക്കം, നമ്മൾ ഒരടി അടിച്ചു ഒരൊറ്റ ചവിട്ടി എന്നൊക്കെ പറയലില്ലേ, എന്നതുപോലെ ആണ് തൻസീല എന്നുള്ള വാക്ക്. അപ്പോൾ ഒരു വെറും ഇറക്കമായിരിക്കില്ല, അസാധാരണമായൊരു ഇറക്കം മലക്കുകൾ ഇറങ്ങും എന്നർത്ഥം. അൽ മുൽക്കു യൗമഇദിനിൽ ഹഖുലിർ റഹ്മാനി, അന്ന് യഥാർത്ഥത്തിലുള്ള സകല അധികാരങ്ങളും അള്ളാഹുവിനായിരിക്കും. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നിയന്ത്രണങ്ങളും അധികാരങ്ങളും ഒക്കെ പലർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അഥവാ ഇപ്പോൾ നമ്രൂദിനെ കുറിച്ച് പറയുന്നുണ്ട്, അലം തറ ഇലല്ലദി ഹാജ ഇബ്രാഹിമ ഫി റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക, അള്ളാഹു മുൽക്ക് നൽകി എന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഫിറൗന് നമ്രൂദിനൊക്കെ ഒരു അധികാരം, അല്ലെങ്കിൽ അവർക്ക് ഭരിക്കാനും നിയന്ത്രിക്കുവാനും ഒക്കെയുള്ള ഒരു താൽക്കാലികമായ അധികാരം അള്ളാഹു തആല തൽക്കാലം കൊടുത്തു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാ അംലിക്കു ലക്കി മിനല്ലാഹി ഷൈഅ റസൂലുള്ളാഹി വരെ പറയുന്നുണ്ട്, നമ്മൾ കാര്യം സാധിപ്പിച്ചു കൊടുക്കുക. ഇപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലൊരു മുൽക്കുണ്ട്. അഥവാ നമുക്ക് കൈ താഴ്ത്താനും പൊക്കാനും കഴിയും, തല തിരിക്കാനും താഴ്ത്താനും കഴിയും, കണ്ണടയ്ക്കാനും തുറക്കാനും ഒക്കെ കഴിയും. ഇങ്ങനെ അല്ലാഹു തആല നമുക്ക് പരിമിതമായ ചില നിയന്ത്രണങ്ങളും അതുപോലെ പരിമിതമായ ചില അധികാരങ്ങളും ഒക്കെ, അതിനാണ് നമുക്ക് സാധിക്കുന്ന കാര്യങ്ങൾ സാധിപ്പിച്ചു തരിക എന്നൊക്കെ പറയുക. അത് അല്ലാഹ് തന്ന നിയന്ത്രണമാണ്. നമ്മുടെ കൈ നമ്മുടേതല്ല, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. പക്ഷേ നമുക്ക് പൊക്കുകയും താഴ്ത്തുകയും എടുക്കുകയും വെക്കുകയും ഒക്കെ ചെയ്യാം ആ കൈ കൊണ്ട്. പക്ഷെ അത് അൽ ഹഖു, അന്ന് യഥാർത്ഥ അധികാരം മുഴുവൻ അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും. വേറെ ഒരൊറ്റ ഒരുത്തനും ഒന്നും ചെയ്യാൻ കഴിയില്ല. സംസാരിക്കാൻ പോലും അന്ന് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യൗമ യഖൂമുൻ നാസു യൗമ യഖൂമുർ റൂഹു വൽ മലായിക്കത്തു ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു, അനുവാദം കിട്ടാതെ മലക്കിന് പോലും സംസാരിക്കാൻ പോലും കഴിയില്ല, അങ്ങനത്തെ ഒരു ദിവസമെന്ന്. അതാണ് അൽ മുൽക്കു യൗമഇദിനിൽ ഹഖു എന്ന് പറഞ്ഞാൽ, അൽ മുൽക്കുൽ ഹഖു യൗമഇദിൻ ലിർ റഹ്മാനി എന്നാണ്. യഥാർത്ഥ അധികാരം മുഴുവൻ അഥവാ പൂർണ്ണമായിട്ടും അല്ലാഹു തആല അനുവദിക്കാതെ, പിന്നെ അള്ളാഹു മനുഷ്യർക്ക് സ്വയം തീരുമാനിക്കാൻ, ഇവിടെ അള്ളാഹുവിനെ വിശ്വസിക്കാനും ധിക്കരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. അത് മുൽക്കാണല്ലോ, നിയന്ത്രണമാണ്. അതൊക്കെ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറയുന്നതിനനുസരിച്ച് ചലിക്കുകയല്ലാതെ വേറൊരു നിർവാഹമില്ല. ഖബറിൽ നിന്ന് എഴുന്നേറ്റ മനുഷ്യന് വേറെ എങ്ങോട്ടും പോകാൻ പറ്റുകയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് തന്നെ ചെല്ലാൻ പറ്റുകയുള്ളൂ. ആ അള്ളാഹു തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരു മലക്കിന് പോലും അള്ളാഹ് ജീവിപ്പിക്കുമ്പോഴേ ജീവിക്കുകയുള്ളൂ. അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഴുവൻ പാസീവായി പോകുക, അള്ളാഹു ചലിപ്പിക്കുമ്പോൾ മാത്രം ചലിക്കുക, ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ പൂർണ്ണമായി അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു ഭാഷയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. യൗമ നത്വിസ് സമായി, സഹിഹായ ഹദീസിൽ വന്നത്, ഇന്നല്ലാഹ തആല യത്വിസ് സമാവാതി ബിയമീനിഹി വയൂഖുദുൽ അർളീന ബിയദിഹിൽ ഉഖ്റ സുമ്മ യഖൂലു അനൽ മലിക് അനദ് ദയ്യാൻ ഐന മുലൂക്കുൽ അർൾ ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. അല്ലാഹു തആല ആകാശവും ഭൂമിയും, ആകാശം ഒരു കൈയിലും വലത്തെ കൈയിലും ഭൂമി മറ്റേ കൈയിലും ചുരുട്ടിപ്പിടിക്കും. അഥവാ പൂർണ്ണ നിയന്ത്രണം അവൻ്റെ അടുത്ത്. എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്, അനദ് ദയ്യാൻ, ഞാനാണ് കീഴ്പ്പെടുത്തുന്നവൻ, ഐന മുലൂക്കുൽ അർൾ, എവിടെ ഭൂമിയിലെ രാജാക്കന്മാർ, ഐനൽ ജബ്ബാറൂൻ, എവിടെയാ സ്വേച്ഛാധിപതികൾ, ഐനൽ മുതകബ്ബിറൂൻ, എവിടെയാ അഹങ്കാരികൾ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇങ്ങനെ ഉള്ള ആശയമാണ് ഇവിടെ പറയുന്നത്, അൽ മുൽക്കു യൗമഇദിനിൽ ഹഖുലിർ റഹ്മാൻ എന്നത്. അപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നും, അലൈസലി മുൽക്കു മിസ്ർ,
എനിക്കല്ലേ മിസ്റിൻ്റെ അധികാരം എന്ന് ചോദിച്ച ഫിറൗൻ ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള ഒരു ദുരധികാരികളും ഉണ്ടാകുകയില്ല ഞാനിവിടെ ഉണ്ടെന്ന് മറുപടി പറയാൻ. അങ്ങനെ ആരാലും മറുപടി പറയാതെ പ്രപഞ്ചത്തിൽ ആ ചോദ്യം ഇങ്ങനെ വിലയം പ്രാപിക്കുമെന്നർത്ഥം. അന്ന് വക്കാന യൗമൻ അലൽ കാഫിരീൻ അസീറ, വക്കാന യൗമൻ അസീറൻ അലൽ കാഫിരീൻ, അന്ന് നിഷേധികൾക്ക് സഹിക്കാൻ കഴിയാത്ത, ഒരു രക്ഷയുമില്ലാത്ത, അഥവാ അവർ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദിവസമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരിക്കലും നിഷേധികൾക്ക് സുഖകരമായിരിക്കുകയില്ല. അത് പറയുന്നത് ഈ പറയുന്ന സമയത്ത്, അഥവാ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് വിശ്വാസികൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇന്നമായൽ ഉസ്രി യുസ്ര, ഈ പ്രയാസത്തോടൊപ്പം എളുപ്പം വേറെ വരുന്നുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ നിഷേധികൾക്ക് എളുപ്പമാണ്. അവർ ശക്തരാണ്, അവർ സമ്പന്നരാണ്, അവർക്ക് അധികാരമുണ്ട്, അവർക്ക് പ്രതാപമുണ്ട്, എന്തും ചെയ്യാവുന്ന അവസ്ഥയാണ്. പക്ഷേ പരലോകത്ത് നിഷേധികൾക്ക് അത്ര എളുപ്പമായിരിക്കുകയില്ല എന്ന് മറ്റു പല സ്ഥലത്തും അലൽ കാഫിരീന ഗൈറു യസീർ, നിഷേധികൾക്ക് എളുപ്പമല്ലാത്ത ദിവസമായിരിക്കും എന്നൊക്കെ പറഞ്ഞതുപോലെ ഉള്ളതാണ്. അങ്ങനെ ആകാശവും ഭൂമിയും അള്ളാഹുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ വരികയും ആർക്കും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെയാകുകയും അന്ന് വിശ്വാസികൾ സന്തോഷിക്കുകയും നിഷേധികൾ വല്ലാതെ പ്രയാസപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും. ഈ ആകാശം ചുരുട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതൊക്കെ അള്ളാഹുവിന്, അല്ലെങ്കിൽ ഭൂമി ചുരുട്ടിപ്പിടിക്കുക, അതൊക്കെ അള്ളാഹുവിന് മാത്രം അറിയുന്ന പ്രയോഗങ്ങളാണ്. ആകാശം എന്നാൽ എന്താണ് എന്നത് തന്നെ ഇനിയും തീർച്ചപ്പെടുത്താൻ കഴിയാത്ത ഒരു സംഗതിയാണ്. അന്തരീക്ഷം മുതൽ നമ്മുടെ തലയുടെ മുകൾ ഭാഗത്ത് മുതൽ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുന്നതാണ് ആകാശം. അതൊക്കെ ആകാശമാണ്. ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നു എന്ന് പറയുമ്പോൾ മേഘങ്ങളിൽ നിന്നാണ് മഴ വർഷിക്കുന്നത്. ആ ആകാശമാണോ പൊട്ടിപ്പിളരുക? അതിൻ്റെയും അപ്പുറത്ത്, നക്ഷത്രങ്ങൾക്കും അപ്പുറത്ത് ബലിഷ്ഠമായ 7 ആകാശമുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ അള്ളാഹുവിന് മാത്രമാണ് അറിയുക. അത് സംഭവിക്കുന്നവരാണ് അത് കാണുക. ഇപ്പോൾ അത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ പ്രപഞ്ചം എന്നും ഇങ്ങനെ, ഇപ്പം മനുഷ്യജീവിതത്തിൻ്റെ ഒരു യാന്ത്രിക കറക്കമുണ്ട്. നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ആളുകളിങ്ങനെ ജനിക്കുന്നു, അവർക്കിങ്ങനെ വയസ്സ് കൂടി വരുന്നു, കുറച്ച് കഴിയുമ്പോൾ മരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കാലചക്രം, ആ ചക്രത്തിൻ്റെ തിരിച്ചിലൊക്കെ നിൽക്കും. അത് അല്ലാഹു തആല ഉണ്ടാക്കിയൊരു വ്യവസ്ഥിതിയാണ്. ഇത് ഇത്ര കാലം കറങ്ങണമെന്നും ഇത്ര കാലം രാവും പകലും വേണമെന്നൊക്കെ. എന്നും അത് തന്നെ ആയിരിക്കുകയില്ല. അതൊക്കെ അല്ലാഹു തആല ഒരു സമയത്ത് ചുരുട്ടിക്കെട്ടും എന്ന് താക്കീതിന് വേണ്ടി പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി അന്നെന്തൊക്കെയാണ് സംഭവിക്കുക എന്ന വിശദാംശങ്ങളൊക്കെ തുടർന്ന് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.